വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജബ്ബാറും പിള്ളേരും. അപ്പൊ ഈ ജബ്ബാറും പിള്ളേരും യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ചാനലിലെ. അപ്പം നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മൈസെൽഫ് യതീം, മൈസെൽഫ് അബ്രാർ. ഓക്കെ. അപ്പൊ ഗായ്സ്, നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചലഞ്ചിന്റെ ഫസ്റ്റ് ഐറ്റം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഐറ്റം സെറ്റ് ചെയ്യുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കണം, കണ്ണടയ്ക്കണം. ഉടായ്പ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല കേട്ടല്ലോ. ഓക്കെ. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് സാധനം. നമ്മളിത് ഹൈഡ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളിത് ഷഫിൾ ചെയ്യാൻ പോവാണ്. അപ്പൊ തിരിഞ്ഞോ, കുഴപ്പമില്ല, രണ്ടുപേരും തിരിഞ്ഞോ. അപ്പം ഇത് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഷഫിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ചൂസ് ചെയ്തോ. മിഡിൽ, ആക്ച്വലി മിഡിലാണ്. അബ്രാറിന് ലെഫ്റ്റ്. അപ്പൊ മിഡിൽ, ലെഫ്റ്റ്. അപ്പം നമുക്ക് നോക്കിയാലോ. പണി എനിക്ക് തന്നെ വരുമോന്നറിയില്ല. ഓ ഗൈസ്, അബ്രാറിന് ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് എന്താന്ന് കാണണ്ടായോ? ഓക്കെ, നത്തിങ്. അപ്പൊ ഇവര് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. എനിക്കപ്പം ലിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് ഓൾറെഡി ഇത് കുറച്ച് നമുക്ക് ഇതായിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ചാൻസ് നിന്റെ ആണ്. അത് ബൈറ്റ് ചെയ്യണം. അതൊരു കുറച്ച് ഭാഗം അത് കടിച്ച് ഇതാക്കണം. തിന്നെ കുറച്ചുകൂടെ തിന്നാം, ഇത്രയല്ല. അബ്രാർ കുറച്ചുകൂടെ കഴിക്കണം. അത് ചലഞ്ചാണ്. ചലഞ്ചിന്റേതായിട്ടുള്ള രീതിയിൽ എടുക്കണം. ഓക്കെ, സെറ്റല്ലേ? നെക്സ്റ്റ് ഐറ്റം നമ്മള് വെക്കാൻ പോവുകയാണ്. അപ്പം ഫസ്റ്റ് ചലഞ്ചിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അടുത്ത എന്ത് പണിയാന്ന് അറിയാൻ വേണ്ടിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണ് രണ്ടുപേരും. അപ്പം ആ ടാസ്ക് എനിക്ക് വരുമോന്ന് ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല. വന്നു കഴിയുവാണെങ്കിൽ തീർന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഷഫിൾ ചെയ്യട്ടെ. തിരിഞ്ഞിരുന്നോ? നമ്മളപ്പോ ഇത് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണടച്ചിരുന്നോണം. നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ കാണിക്കുകയാണ്. സാധനം ഐറ്റം എന്താണെന്ന് കാണിക്കുകയാണ്. നമ്മൾ ക്ലോസ് ചെയ്ത് ഒന്നുകൂടെ വേണമെങ്കിൽ ഷഫിൾ ചെയ്യാം. ഓക്കെ, വന്നോ? ചൂസ് ചെയ്തോ. പ്രതീക്ഷന്റെ അപ്പുറമായി പോയത്. എന്താണെങ്കിലും ഒരു വല്ലാത്ത അവസ്ഥയായി പോയി. ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നു. കുഴപ്പമില്ല, നമ്മളെ ടാസ്ക് അല്ലേ. അതപ്പൊ എന്താണെങ്കിലും നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഓ ഗൈസ്, ഇതാണ് സാധനം. ജസ്റ്റ് തിന്നാ ഇല്ല, ഇവൻ ലിക്ക് കേട്ടാ നല്ല ഇടുന്ന കടിക്കാം. പക്ഷെ സമയം കുറച്ചടിച്ചാ പോരാ. നല്ല സുഖമായിരുന്നു. ഒരു ജഗ് വെള്ളം തീർത്തു. മുൻപ് ഒരു ജഗ് വെള്ളം തീർത്തായിരുന്നു. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ചലഞ്ചിലോട്ട് പോവാം. അതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ചലഞ്ചിലോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ തിരിയാം. ആദ്യമേ ഞാനിവിടെ ഒന്നിരുന്ന് പുകയുമില്ലേ. അടുത്ത സാധനം, അടുത്ത ചലഞ്ചിന്റെ ഷഫ്ലിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഷഫിൾ ചെയ്യാം. തിരിഞ്ഞിരുന്നോ? അയ്യോ. ഓക്കെ, ഇതാണ് നമ്മുടെ, കണ്ടല്ലോ.
അപ്പം തിരിഞ്ഞോ നോക്കാം. എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്തോ സാധനം ഒന്ന്? ഇതിന്റെ ലേസ് അല്ല. നമുക്ക് നോക്കാം ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്തോ. ഓക്കെ ഓക്കെ ഓപ്പൺ ചെയ്യാം. ഓ എനിക്ക് ഓ ഡാർക്ക് 3 പ്രാവശ്യമായിട്ട് ഇവനെ നത്തിങ് ആണ് വന്നോണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പിന്നെ ബൈറ്റ് ആണ്. അപ്പൊ സാധനം എന്തോ ഞങ്ങൾ ഇതുവരെ ഈ സാധനം മാറ്റി തരാൻ പറ്റുമോ? ഇല്ല ഒരു മാറ്റലില്ല. നമ്മൾ പൊക്കാൻ പോവാണ്. ഒന്ന് ഫൈറ്റ് ചെയ്യാനും ഒന്ന് ലിക്ക് ചെയ്തോ? നീ ലിക്ക് ചെയ്തോ? സൈഡിലായിട്ട് ലിക്ക് ചെയ്തോ? ഒറ്റ ബൈറ്റേ ഉള്ളേ. നല്ല ബൈറ്റ് എടുക്കണം. ഇത്ര തിന്നാൻ പറ്റത്തില്ല. കുറച്ച് ബൈറ്റ് നല്ല ബൈറ്റ് എടുക്കണം. കുറച്ച് ബൈറ്റ് നല്ല ബൈറ്റ് 2 പീസായിട്ട് മുറിക്കണോ? വേണമെങ്കിൽ വേണ്ടല്ലോ. നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെങ്കിൽ എനിക്ക് പകരമായിട്ട് ഇത് ചെയ്യുമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ എന്റെ ടാസ്ക് നീ സ്വീകരിക്കുവോ? താങ്ക് യു സോ മച്ച്. അത് മൊത്തം തിന്നണം. മൊത്തം കഴിക്കണം. ചവച്ച് തിന്നണം മൊത്തം. എനിക്ക് കിട്ടിയ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ഫൗൾ പ്ലേ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനും നീ കൂടെ പണികൾ വാങ്ങിച്ചു കൂട്ടാൻ പിന്നെ എന്റെ ജീവിതം ബാക്കി. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം എന്ന് വെച്ചാൽ പണി മൊത്തം കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ അവനും പറ്റുന്നില്ല. ഞാൻ അല്ലല്ല ഓവറാക്ട് ചെയ്ത് കുളവാക്കണ്ട കേട്ടോ. കാര്യമായിട്ടുള്ള കാര്യം മാത്രം. മാത്രം ഓവറാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇയാൾ ഓവറാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത ചലഞ്ചിലോട്ട് പോയാലോ? അടുത്ത ചലഞ്ച് എന്താണെന്ന് എന്തെങ്കിലും ഐഡിയ ഇല്ലല്ലോ. നമുക്ക് ഫസ്റ്റ് ഇത് ഷഫിൾ ചെയ്യാം. ഷഫിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാം. സാധനം ഐറ്റം ചേഞ്ച് ചെയ്യാം. നിങ്ങൾ തിരിഞ്ഞോ? ലേസ് ആയിരിക്കും എന്നൊരു ചെറിയ ഗസ് ഒക്കെ ഇവിടെ അബ്രാറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അബ്രാർ ഇപ്പൊ ഞെട്ടാൻ പോവാണ്. അപ്പൊ ഞാനാണോ ഞെട്ടുന്നത്? ഒരു ഗസ്സും ഇല്ല. തിരിച്ചെടുത്ത്. അപ്പം ഇത് ഷഫിൾ ചെയ്യട്ടെ. ഓക്കെ ചൂസ് ചെയ്തോ. എനിക്ക് വന്നിട്ട് പൈസ ചോദിച്ച് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇല്ല ഇനി ഫോട്ടോ കാണിക്കാൻ പറ്റത്തില്ല. ഇനി ഗൈസ് നമുക്ക് നമ്മുടെ ഐറ്റം എന്താണെന്ന് നമുക്കിവിടെ റിവീൽ ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈറ്റ് കിട്ടിയ എനിക്ക് 4ാമത്തെ പ്രാവശ്യം ബൈറ്റ് കിട്ടിയ എനിക്ക് എന്റെ കയ്യിൽ നിന്നും ആ സാധനം വാങ്ങിച്ചോണ്ട് പോയിട്ട് ബൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര ആകാംക്ഷയായിട്ടിരിക്കുന്ന നമ്മുടെ അബ്രാർ. നമുക്ക് ഈ സാധനം അപ്പൊ ഓപ്പൺ ചെയ്താലോ? ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. ഇവിടെ വാ. അപ്പം ബൈറ്റ് ഇപ്പൊ എടുക്കണമെന്ന് തോന്നുന്നു. കടപരിപാടി ഇവിടെ ഇല്ല. അപ്പൊ ഇത് ബൈറ്റ് വാങ്ങിക്കണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നോ? ഇത് നമ്മുടെ ഉണക്കമീനാണ്. ഇത് ജസ്റ്റ് എനിക്ക് ലിക്ക് ചെയ്താൽ മാത്രം മതി. ബൈറ്റ് ചെയ്യണം. ഗെയിമിന്റെ സെൻസിലായിട്ട് എടുക്കണം. ബൈറ്റ് ചെയ്യണം. ഇറക്കണ്ട, ജസ്റ്റ് ബൈറ്റ് ചെയ്യണം. നല്ലതായിട്ട് കടിക്കണം. ഈ സൈഡ് കടിക്കും. ഈ സൈഡ് പോർഷൻ കടിക്കണം. നല്ലതായിട്ട് കടിക്കണം. അത് ഫൗളാണ്. കടിക്ക്. അത് മുറിയണം. നല്ല ഇല്ല. ഇവിടെ നല്ലതായിട്ട് കടിക്ക്. അത് മുറിയണം. രണ്ടായിട്ട്
ഓക്കെ 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 ഫൈൻ ഫൈൻ. അപ്പം അബ്രാറ് സ്മെല്ലെടുത്തിട്ടാണെന്ന് തോന്നുന്നു നല്ലതായിട്ട് ഓടുന്നത്. നല്ല സ്മെല്ലുണ്ട്. കുറച്ചുനാൾ പഴക്കമുള്ള സാധനമാണെന്ന് പഴക്കമുള്ള സാധനമാണെന്ന് 2-3 പ്രാവശ്യം കടിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സഹിച്ചോണം, അല്ലാണ്ട് നമുക്കിപ്പോ ഒന്നും പറയാനില്ല. എനിക്കെന്തോ അല്ല, ലക്ക് ഈ ലക്കുള്ള ഒരു സാധനം അവൻ അത് മാറ്റി വെപ്പിച്ചെടുത്ത ഒരു സംഭവമാണ്. അപ്പം നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബൈറ്റ് കിട്ടിയ എനിക്ക് ഇപ്പം 4ാമത്തെ പ്രാവശ്യം ബൈറ്റ് കിട്ടിയ എന്റെ കയ്യിൽ നിന്ന് അവൻ ബൈറ്റ് തട്ടിയെടുത്തതാണ്. അപ്പം കുറച്ചു സമയമായി പോയിട്ട് ഇതുവരായിട്ട് ഇനി എത്തിയിട്ടില്ല. ഓക്കെ. അപ്പം അബ്രാറ് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണോ പച്ച ഉണക്കമീൻ ഇങ്ങനെ കടിക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? വറുത്തുണക്കമീൻ പോലും തിന്നാതെ നീ, പക്ഷെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയതല്ലേ ഇത്? ഡയറി മിൽക്ക് ആണെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു താങ്കൾ? എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് അടുത്ത സാധനം നമുക്ക് വെക്കാം. അപ്പം നമുക്ക് ഇത് ഷഫിൾ ചെയ്താലോ? അടുത്ത ടാസ്ക് എന്താണ് നമുക്ക് കണ്ടറിയാം. ഓക്കെ, നിങ്ങൾ തിരിഞ്ഞിരുന്നോ? അപ്പൊ നമുക്കിത് ഷഫിൾ ചെയ്യാം. ഓക്കെ ഓക്കെ, തിരിഞ്ഞു. ചൂസ് ചെയ്തോ. ഫസ്റ്റ് ടൈം നത്തിങ് കിട്ടിയിരിക്കുകയാണ്. സന്തോഷമുണ്ടായി. ആദ്യമായിട്ട് നത്തിങ് കിട്ടിയിട്ടുണ്ട്. അവന് ലിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ സാധനം ഓപ്പൺ ചെയ്യാം. എന്താ ഗസ് ഉണ്ടോ? എന്തെങ്കിലും ഗസ്? ഓക്കെ ഓക്കെ. തക്കാളിക്ക് വില കൂടിയുണ്ട്, തക്കാളി വെക്കാൻ പറ്റത്തില്ലെന്നാണോ? ഞാൻ പറയുന്നത് സവാള. ഓക്കെ. സ്മെൽ അടിച്ചിട്ടുണ്ടായിരുന്നോ? പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കുറെ അധികം കൂടുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ടാസ്ക് ഫിനിഷ് ചെയ്യണം. ഫസ്റ്റ് ഇവ ലിക്ക് ചെയ്യട്ടെ. കൂടുതൽ കടിച്ച് കുഴപ്പമില്ല. തിന്നണം. എങ്ങനുണ്ട്? നമ്മൾ ഇനി ഒരു വെറൈറ്റി സാധനമാണ് നമ്മൾ ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളപ്പോ തിരിഞ്ഞിരുന്നോ? ഇതാണ് ഈ സാധനം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വഴിയെ പറയാം സാധനം. അപ്പം തിരിഞ്ഞോ. അപ്പം നമുക്ക് ഷഫിൾ ചെയ്താലോ? ഓക്കെ. ഇപ്പഴേ ഓപ്പൺ ചെയ്യരുത്. ഓപ്പൺ ചെയ്യാം. ഈ ഒരു സാധനം ലിക്ക് ചെയ്യുന്നതും ബൈറ്റ് ഓർ ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിലും സെയിം ആയിരിക്കും. ലിക്കിനും ബൈറ്റിനും ഒരേ ഒരു ഇതുപോലുള്ള ഓക്കെ. നമുക്ക് സാധനം കണ്ടാലോ? എന്താണെന്നൊരു ഗസ് ഉണ്ടോ? വേപ്പും വെള്ളം. വേപ്പും വെള്ളം. അപ്പം ജസ്റ്റ് ഒരു ലിക്ക് ചെയ്തോ. ഒരു ചെറിയ സിപ്പ്. അപ്പം ഞാൻ ഡ്രാഫ്റ്റ് ആയിരിക്കുകയാണ്. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒറ്റ ഒരു സിപ്പേ ഞാൻ എടുക്കത്തുള്ളൂ. ഒരുമാതിരി വല്ലാത്ത പണിയായിപ്പോയി ഗൈസ്. അബ്രാറെ ജസ്റ്റ് ഒന്ന് നോക്കി. ഇത്
ഇത് സംഭവം എന്ന് വെച്ചാൽ വേപ്പില ഇല്ലേ, വേപ്പില അത് ജസ്റ്റ് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ജ്യൂസ് ആക്കിയതാണ്. ഒരു 15 വേപ്പിലയുണ്ട് ഇത്. ഇത് എടുത്ത സമയത്ത് പണി എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ആ ഒരവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ഇവിടെ വന്നത്. അപ്പം കുഴപ്പമില്ല, നമ്മൾ ചലഞ്ചായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പം അതല്ല ഞങ്ങളുടെ ഈ ചലഞ്ചിനെ ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എല്ലാവരുടെ അടുത്തും പറയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ 3 എണ്ണത്തിന് എങ്ങും കാണാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾ പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചലഞ്ചിലോട്ട് പോകാം. ഇനി ഒരു 2-3 ഐറ്റം കൂടെ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അതോടെ നമുക്ക് ചലഞ്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഷഫിൾ ചെയ്യാൻ പോകണം. തിരിഞ്ഞ് അടുത്ത ഐറ്റം ഇതാണ് ഗൈസ്. അപ്പം ഷഫ്ലിങ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, തിരിഞ്ഞോ. പെട്ടെന്ന് ചൂസ് ചെയ്തോ, നമുക്ക് സമയം കൂടുതലായി വരുന്നുണ്ട്. ഓ എന്തുവാടാ ക്ലിക്ക്. അല്ല, എന്തോ സാധനമാണെന്ന് അറിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നീ നിന്റെ സാധനം നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. അപ്പൊ നമുക്ക് സാധനം കണ്ടാലോ. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഗൈസ്, ഫ്രഞ്ച് ഫ്രൈസ്. അപ്പൊ നമുക്കിത് അപ്പം ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമുക്കത് ഓക്കെ ഓപ്പൺ ചെയ്യാം. ചെയ്യാം. ഓക്കെ സോസ് ഇച്ചിരി എടുത്ത്, അല്ലെങ്കിൽ ഞാൻ എടുക്കും ഇത്. ഇവിടെ കാലമാടാ, എന്താ അവസ്ഥയാടാ. നിനക്ക് എനിക്ക് തക്കാനെങ്കിലും കിട്ടി, നിനക്ക് അതുപോലെ കിട്ടിയിട്ടില്ല. എങ്ങനെയുണ്ടടാ? കുഴപ്പമില്ല, നക്കിയേട്ടാ ബാക്കി എന്തെങ്കിലും അത് നോട്ടെ. എങ്ങനെയുണ്ട്? പൊളിച്ചാണോ? ഇത് ഇച്ചിരിയെങ്കിലും ഞാൻ അകത്ത് തിന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഇച്ചിരി ഇവിടെ കൂടെ കൊടുത്തേക്കാം. എങ്ങനെയുണ്ട്? നമ്മുടെ പിന്നണി പ്രവർത്തകരായ അവർക്കും കൂടെ വേണ്ടിയാണിത്. അപ്പം നമുക്ക് അടുത്ത ചലഞ്ചിലോട്ട് പോവാം. നമ്മളുടെ അവസാനമായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത്. നന്നായി നോക്കുന്നുണ്ടോ നോക്കണം. ഇതാണ് ഗൈസ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. കാണുന്നുണ്ടോ ഗൈസ്? ഓക്കെ, അപ്പം നമുക്കിത് ഷഫിൾ ചെയ്യാം. നമ്മളിപ്പോ ഇത് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിഞ്ഞോ? ദൈവമേ, ഇതാണ് അവസ്ഥ. നിനക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? തിരിച്ചൊന്ന് കാണിച്ചേ, അതൊന്ന് കാണിച്ചേ. റൈറ്റ്, അപ്പൊ നമുക്ക് ഐറ്റം എന്താന്ന് നോക്കാം. ഇത് മുട്ടയാണ്. ഇത് കോഴിയുടെ മുട്ടയൊന്നുമല്ല, ഇത് വൈറ്റ് എഗ് ആണ്. അപ്പം ഇത് മാറ്റത്തില്ല. എപ്പോഴും എനിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചേഞ്ച് വേണമല്ലോ. അപ്പൊ ഇത് ലിക്ക് ചെയ്യണം അല്ലേ? കഴുകിയതാണോ അവിടെ? ഇത് അല്ലേ? ഒന്ന് കഴുകി തരും ക്യാമറമാൻ, ഇതൊന്ന് കഴുകി തരുമോ? വേണ്ട. ആ പ്ലേറ്റ് ഒന്ന് തരുവായിരുന്നുണ്ടെങ്കിൽ. പ്ലേറ്റ് പെട്ടെന്ന് അങ്ങനല്ല, വാവച്ച് കടിച്ചു പൊട്ടിക്കണം. ഇവനെ ക്യാമറ അങ്ങനല്ല, വാവച്ച് കടിച്ചു പൊട്ടിക്കണം. കടിച്ചു പൊട്ടിയില്ലേ? അങ്ങനല്ല, അകത്തോട്ട് കടിച്ചു പൊട്ടിയില്ലേ? ഇല്ല, ചലഞ്ചായിട്ടുള്ള രീതിയിൽ എടുക്കണം. ഇല്ലെങ്കിൽ പോകാം. ഇല്ല, കടിച്ചു പൊട്ടിക്കണം. അത് കടിച്ചു പൊട്ടിയില്ല.
എടാ പൊട്ടിയടാ, പൊട്ടിയൊന്നുമില്ല. എടാ കടിക്കടാ, ടൈം പോകുന്നതാണ്. നല്ലതായിട്ട് കടി, ഒറ്റ കടി കടി, ഒറ്റ കടി കടി. അങ്ങനല്ല, അങ്ങനെ പറ്റത്തില്ല. അത് പറ്റത്തില്ല. ഫൗൾ പ്ലേ കളിക്കുവാണെങ്കിൽ ഇവിടെ ഗെയിം യൂസ് ചെയ്യത്തില്ല. കടിച്ചു പൊട്ടിയത് പൊട്ടിയില്ലേ? ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഫുള്ളായിട്ട് ബൈക്ക് ചെയ്യണം. പൊട്ടിയതിന്റെ സാധനം താഴെ വീഴണം. ഇല്ല അത് പറ്റത്തില്ല. അങ്ങനല്ല, കൈകൊണ്ട് ഞെക്കിയാണ് ഞെക്കി പൊടിച്ചാണ് ഗൈസ്. ഇത് ഫൗൾ പ്ലേ ആണ്. അങ്ങനെയല്ല, ഫൗളാണിത്. നമ്മുടെ ഗെയിമിൽ ഫൗള് കാണിച്ചാണ് ഈ അബ്രാർ. അപ്പൊ അബ്രാറിന് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അബ്രാറിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അബ്രാറിന് അടുത്ത മൊത്തം നമ്മൾ കൊടുക്കുകയാണ്. കടിച്ച് അത് വായി താഴെ വീഴണം. ഇല്ല, ഇത് ഫൗള് ഗെയിമാണ് അബ്രാർ കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചീമട്ടയാണ് ഗെയ്സ്, പന്നലായിരുന്ന മുട്ടയാണിത്. അപ്പൊ നമ്മളിത് കളയാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്. അപ്പൊ അവൻ ജസ്റ്റ് ബൈറ്റ് ചെയ്തിട്ടുള്ള, അവന്റെ വായിൽ ഇത് ആയിട്ടൊന്നുമില്ല. അപ്പം നമ്മളുടെ ഈ ചലഞ്ചിലെ അവസാനത്തെ ഒരു പാർട്ടായിരുന്നു ഇത്. അപ്പം നമ്മളിപ്പോ ഈ ചെയ്ത ചലഞ്ച് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എടാ ഒന്ന് പറഞ്ഞു തീർക്കട്ടാ. ഞങ്ങൾ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളെ 3 പേരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടും, ഇങ്ങനത്തെ സ്വഭാവമുള്ളവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് നമ്മളുടെ വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ.